ഹായ് വിബേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെയും കറണ്ട് ഫീലിങ്ങും നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ആ ഒരു കറണ്ട് ഫീലിങ്ങും എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് ഞാൻ നോക്കാം. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിൽ ആരാണോ നിങ്ങളെ തമ്മിൽ പിരിക്കാൻ വേണ്ടി നോക്കുന്ന അതർ പേഴ്സൺ അല്ലെങ്കിൽ അതർ സിറ്റുവേഷൻ എന്തായിക്കൊള്ളട്ടെ, അതിനെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ജോബോ അല്ലായെങ്കിൽ ഫാമിലിയോ ഇല്ലായെങ്കിൽ ചില ആൾക്കാർക്ക് തേർഡ് പാർട്ടി ഏതെങ്കിലും ഒരു പേഴ്സൺ ആയിരിക്കാം, ഫ്രണ്ട് ആയിരിക്കാം, ഇല്ലെങ്കിൽ കാസ്റ്റ്, കൾച്ചർ, ട്രഡീഷൻ, അങ്ങനെ എന്തുമാവാം തേർഡ് പാർട്ടി. ഫിനാൻഷ്യൽ കണ്ടീഷൻ, അങ്ങനെയൊക്കെ വരും തേർഡ് പാർട്ടി. അപ്പോൾ ഇതൊക്കെയാണ് തേർഡ് പാർട്ടി ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിംഗ് നോക്കാം. ചില ആൾക്കാരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഇല്ല. ഇവർക്ക് ഉള്ള എന്തെങ്കിലും ഉത്തരവാദിത്വം ഇല്ല എങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലം, അങ്ങനെ എന്തെങ്കിലും കൊണ്ടാണ് ഇവർ നിങ്ങളുമായിട്ട് ഇവിടെ ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാർക്ക് കരിയർ പ്രോബ്ലവും കാണാൻ സാധിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഫാമിലി ഇഷ്യൂവോ അങ്ങനെ വേറെ അതർ പ്രോബ്ലംസ് ഒന്നുമില്ല, പക്ഷേ ഹെൽത്ത് പ്രോബ്ലമാണ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത്. ഇല്ല എങ്കിൽ നിങ്ങളുടെ എന്തോ ഒരു ഹെൽത്ത് റീസണാണ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത്. ചില ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി അതർ വുമൺ അല്ലെങ്കിൽ അതർ മെന്നാണ്. ഇവിടെ ചീറ്റിങ്ങിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ ലൈഫിൽ ഫാമിലിയാണ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത്. ഫാമിലിയുടെ ഇഷ്യൂ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആരുടെയൊക്കെയോ സംസാരം കാരണമാണ് ഇവർ നിങ്ങളിൽ നിന്ന് ഇപ്പോൾ ഡിറ്റാച്ച്ഡ് ആയിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഫാമിലി ഇവരെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റിംഗ് ചെയ്താണ് നിങ്ങളിൽ നിന്ന് ദൂരെ മാറിപ്പോവാൻ. അതായിരിക്കാം ഇവർ അങ്ങനൊരു ഡിസിഷൻ എടുത്തത്. ഈ ഒരു ടൈം തേർഡ് പാർട്ടിയോട് കൂടെ ഉണ്ടായിട്ട് പോലും ഇവർ ഭയങ്കര ദുഃഖത്തിലാണുള്ളത്, ഐസൊലേറ്റഡ് ആയിട്ടാണുള്ളത്. ഇവിടെ തേർഡ് പാർട്ടിയുടെ കൂടെ ആയിട്ട് പോലും നിങ്ങളുടെ പേഴ്സൺ അന്വേഷിക്കുന്നത് നിങ്ങളെ മാത്രമാണ്, നിങ്ങളെയാണ് എപ്പോഴും മിസ് ചെയ്യുന്നത്. ഇവിടെ കാർമിക് സൈക്കിൾ ഉള്ളത് കൊണ്ടാണ് ഇവർ ഈ ഒരു സിറ്റുവേഷനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഫാമിലി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കാർമിക് ആയിട്ടുള്ള ആളുകളായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ ഇവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് ചില ആൾക്കാരുടെ അതാണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് സന്തോഷമായിട്ടല്ല ഉള്ളത് എന്നാണ്. പക്ഷേ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് എനർജിയിലാണ് ഉള്ളത് എന്നാണ് ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടാകും, എനിക്കൊരിക്കലും തേർഡ് പാർട്ടിയെ വിട്ട് കളയാൻ സാധിക്കത്തില്ല എന്ന്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവിടെ ഇവർ ഹാപ്പി ആയിട്ടാണ് തേർഡ് പാർട്ടിയുമായിട്ട് ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇവർ പറഞ്ഞാണ്, എനിക്ക് ഫാമിലിയെ വിട്ട് കളയാൻ സാധിക്കത്തില്ല, എനിക്ക് ആ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്, ആ വ്യക്തിയെ വിട്ട് കളയാൻ എനിക്ക് സാധിക്കത്തില്ല എന്നൊക്കെ നിങ്ങളോട് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. ഇനി നിങ്ങളുടെ പേഴ്സൺ അവർക്ക് വേണ്ടി നിങ്ങളെയാണ് ബ്ലോക്ക് ചെയ്തേക്കുന്നത്. നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് അവരുമായിട്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പേഴ്സൺ അവരുമായിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ തീരുമാനിക്കുക ഇനിയെങ്കിലും. കാരണം ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് തേർഡ് പാർട്ടിക്ക് വേണ്ടി നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളോട് ക്ലിയർ കട്ടായിട്ട് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ഇവിടെ പറയാൻ കാരണം ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ ഇവിടെ അവരുടെ കുടുംബവുമായിട്ട് വളരെ ഹാപ്പി എനർജിയിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ടൈം വെറുതെ അവർക്ക് വേണ്ടി വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഹാപ്പി ആയിട്ടല്ല ഉള്ളത് എന്ന് വിചാരിച്ച് ഇവിടെ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളില്ലാതെ തന്നെ ഫാമിലിയുമായിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഉള്ളത് എങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അത് കേൾക്കുക. ഇല്ല എങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് ചെയ്യുക. വെറുതെ അവർക്ക് വേണ്ടി നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യരുത്. അത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവർ ഫാമിലിയുടെ കൂടെ, അതായത് അവരുടെ ഹസ്ബൻഡിൻ്റെയോടെയോ വൈഫിൻ്റെയോടെയോ സന്തോഷമായിട്ടിരിക്കുകയാണ്. നിങ്ങളിവിടെ അവർക്ക് വേണ്ടി വെയിറ്റും ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോലും നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ഇല്യൂഷൻ എന്താണോ പറയുന്നത് അത് കേട്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ അൺകണ്ടീഷണൽ ലവിലിരിക്കുക. അതായത് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, എൻ്റെ ബ്ലെസ്സിങ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഇല്ല എങ്കിൽ നിങ്ങൾ ഒന്നും അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത്. അവരിങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും അങ്ങനെയൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇവിടെ ഇങ്ങനെയുള്ളവർക്ക് സ്പെഷ്യലായിട്ടുള്ള ആ ഒരു എനർജി വന്നിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി ബാക്കിയുള്ളവരുടെ കാര്യം പറയാം. ഇനി
ബാക്കിയുള്ളവരുടെ കാര്യം നോക്കുകയാണ് എങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ ചലഞ്ചിങ് സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരാത്തത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇവർ നിങ്ങളോട് പറയാറുണ്ട്, ഞാൻ വളരെ ദുഃഖത്തിലാണുള്ളത്, എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നിങ്ങളോട് ഇവർ പറയാറുണ്ട്. ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർക്കിരിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അവർ അവിടെ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എന്തായാലും തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള പേഴ്സണ് സപ്പോർട്ട് കൊടുക്കുക. കാരണം അവരുടെ ആ ഒരു ബുദ്ധിമുട്ടിൽ നിങ്ങളും കൂടെ നിൽക്കേണ്ടതാണ്. എപ്പോഴാണോ ഇവർ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പുറത്ത് വരുന്നത് അതുവരെ നിങ്ങൾ ഇവർക്ക് സപ്പോർട്ടായിട്ട് ഇരിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഹാപ്പി ആയിട്ടല്ല ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് നോക്കാം. ഇവിടെ നിങ്ങളുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു സൈഡ് തേർഡ് പാർട്ടിയും ഒരു സൈഡ് നിങ്ങളുമാണ്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയാണ് സ്നേഹിക്കുന്നത്. ലവേഴ്സിൻ്റെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇരുന്നിട്ട് പോലും അവർ ഇങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്യുന്നു. അതായത് നിങ്ങളുടെ കൂടെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഓരോന്നിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ. ഇവിടെ ഇവർ ക്ലിയർ ഹാർട്ടായിട്ടാണ് ഉള്ളത്. അതായത് ഇവരുടെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അതാണ് ഇവർ പറയുന്നത് നിങ്ങളോട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് എല്ലാ സത്യവും നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവർ നിങ്ങളോട് ഒരു കള്ളവും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. നെക്സ്റ്റ്, നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. നിങ്ങളുടെ വൈഫിനോ ഹസ്ബൻഡിനോ വേണ്ടിയാണ് ഈ ഒരു റീഡിംഗ് കാണുന്നത്. ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ആകുന്നുണ്ട് എങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ഡിറ്റാച്ച്ഡ് ആകും നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി കാരണം നിങ്ങളുടെ മാരേജ് ലൈഫ് ഡിസ്റ്റർബ് ആവുന്നുണ്ട് എങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾ പ്രതീക്ഷ വയ്ക്കുക, അവർ എന്തായാലും ഡിറ്റാച്ച്ഡ് ആയിപ്പോവും നിങ്ങളുടെ പേഴ്സണിൽ നിന്ന്. ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ഫേവറായിട്ടാണ് ഉള്ളത്. കാരണം എനർജി നിങ്ങളുമായിട്ടാണ് കണക്റ്റ് ആയിട്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സോളിഡ് ആയിട്ടുള്ള ആക്ഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെയാണ് സന്തോഷം ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടിരിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. ഇനി നമുക്ക് ഇവരുടെ ആക്ഷൻ എന്താണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്, ഇവരുടെ ഭാഗത്ത് ഉണ്ടാവുന്നത് എന്ന് നോക്കാം. ഇവിടെ 6 പോർട്ടലിൻ്റെ ആ ഒരു എനർജി നിങ്ങൾക്ക് ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾ കാർമിക് കണക്ഷനിലോ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷനിലോ അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷനിലോ ആയിക്കൊള്ളട്ടെ വരാൻ പോകുന്ന സമയം ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ടെലിപ്പതിക്കലി കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത്. കൂടാതെ ഇവരുടെ സത്യം എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയം കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ മെൻ്റൽ കോൺഫ്ലിക്റ്റിൽ നിന്ന് പുറത്തു വരും. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പുറത്തു വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിൽ യൂണിയൻ ആവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ 1 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. 1 വീക്കിനുള്ളിൽ നിങ്ങൾ തമ്മിൽ യൂണിയൻ ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.